നമ്മെ വളരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് അള്ളാഹു. പക്ഷേ ഒരാൾ നമ്മെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹിക്കപ്പെടേണ്ട ക്വാളിറ്റി നമ്മിൽ ഉണ്ടാവണം. ഞാനിപ്പോ ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ അയാളിൽ എന്തെങ്കിലും ഗുണം വേണ്ടേ? വേണം. അല്ലാതെ ഞാൻ സ്നേഹിക്കും ഇല്ല, അതാരും സ്നേഹിക്കൂല. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി അയാളിൽ ഉണ്ടാവും. അതായത് ആ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ആ സ്നേഹിക്കപ്പെടുന്ന ആളിൽ ഉണ്ടാവണം, എന്നാലേ സ്നേഹിക്കുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ, നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹം വരുമോ? ഇല്ല. നമ്മൾ പറയും എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, അതങ്ങനെ പറയും. അതാ ഒരു തരമുള്ള സ്നേഹം. പക്ഷെ ആത്മാർത്ഥതയുള്ള സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടാവില്ല. ഉണ്ടാവോ? നിങ്ങൾ മക്കളുടെ കൂട്ടത്തിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും എനിക്ക് ഒരുപോലെ എന്ന് നമ്മൾ പറയും. പക്ഷെ ഒരുപോലെയാണോ? അല്ല. നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അങ്ങനെയല്ല. ഉമ്മയും ബാപ്പയും മക്കൾക്കുണ്ട്, ഉമ്മനോടും ബാപ്പനോടും മക്കൾ ഒരുപോലെയാണോ? അല്ല. പറയും, നമ്മൾ പറയുന്നു, അങ്ങനെ തന്നെ പറയാം. അങ്ങനെയല്ല. കാരണം എന്താ? അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അത് ആരിലാണ് കൂടുതൽ, ആ ആളിലേക്കാണ് നമ്മുടെ സ്നേഹം കൂടുതൽ പോവുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഭവം. അപ്പൊ ഇത് മനുഷ്യരിൽ ഇങ്ങനെയാണ്. എന്നാൽ മനുഷ്യർ അനീതി കാണിക്കുന്നു. നീതി മാത്രമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി നമ്മിലുണ്ടെങ്കിലല്ലേ അവൻ നമ്മെ സ്നേഹിക്കുകയുള്ളൂ. ആ ക്വാളിറ്റി എന്താണെന്നറിയോ? എന്താ ക്വാളിറ്റി? നീ അള്ളാഹുവിനെ സ്നേഹിച്ചാ മതി. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കാനുള്ള ഏക ക്വാളിറ്റി എന്ന് പറയുന്ന. മറ്റൊന്നും വേണ്ട. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചാ മതി. മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ചിലപ്പോ അയാളുടെ ചേലും കോലവും നന്നാവേണ്ടി വരും, അല്ലേ? ചിലപ്പോ അയാളുടെ ചേലും കോലവും നന്നാവേണ്ടി വരും. ചിലപ്പോ അയാളുടെ സംസാര ശൈലി നന്നാവേണ്ടി വരും. ചിലപ്പോ അയാൾ എന്നെ നന്നായി സഹായിക്കുന്ന ആളായിരിക്കേണ്ടി വരും. പക്ഷേ അള്ളാഹു നമ്മെ സ്നേഹിക്കാനുള്ള ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്നേഹിച്ചാ മതി. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ ഓട്ടോമാറ്റിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വരും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്,